ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാലും നമ്മുടെ മനസ്സിൽ കുറച്ച് സമയത്തേക്കെങ്കിലും അതിങ്ങനെ ഉണ്ടാവും. പാട്രിയോട്ട് കണ്ടിറങ്ങി വരികയാണ്. പക്ഷേ ഈ പറയുന്ന ഒന്നും ഈ പാട്രിയോട്ട് എന്ന സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. പേഴ്സണലി നമ്മളെ ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ ഇതേ അഭിപ്രായം തന്നെയാണ്. ഒരു ആവറേജ് അനുഭവം മാത്രമാണ് സിനിമ നൽകിയത്. അതായത് 18 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന ഒരു സിനിമ, അത് ഇങ്ങനെ ഒരു സിനിമയിൽ ഒരുമിക്കേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഒരു മമ്മൂട്ടി ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ രീതിയിലൊരു ഫസ്റ്റ് ഹാഫ് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ആവറേജ് സെക്കൻഡ് ഹാഫ് അനുഭവം മാത്രമാണ് പാട്രിയോട്ട് സമ്മാനിച്ചത്. പിന്നെ ഒരുപാട് സ്റ്റാർസ് കുത്തി നിറക്കപ്പെട്ട ഒരു പടം. അതായത് മമ്മൂട്ടിയുണ്ട്, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, അതുപോലെ ഫഹദ് ഫാസിൽ. അപ്പോൾ ഇവരുടെയൊക്കെ പെർഫോമൻസ് നമ്മൾ പല സിനിമകളിൽ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ പെർഫോമൻസിനെ നമ്മൾ കീറി മുറിച്ച് അവലോകനം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവരൊക്കെ ഏത് റോള് കിട്ടിയാലും അത് വളരെ നല്ല ഭംഗിയാക്കി ചെയ്യുന്ന ആക്ടേഴ്സാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ ഈ സിനിമയിൽ എനിക്ക് തോന്നിയ കാര്യം ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആണ്. അതായത് ഇതിൻ്റെ ഒരു തിരഞ്ഞെടുത്ത ജോണർ എന്ന് പറയുന്നത് നമ്മളെ ട്രെയിലറൊക്കെ കണ്ടവർക്ക് തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഫോൺ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഹാക്ക് ചെയ്യപ്പെടുന്നു, എന്നിട്ട് അതിൻ്റെ ഒരു സിനാരിയോയെ ബന്ധപ്പെട്ട കുറച്ച് എക്സ്റ്റൻഷൻ, എന്നിട്ട് അതിലൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ പല തമിഴ് സിനിമകളിലും അതുപോലെ മലയാളത്തിൽ തന്നെ ഒരുപാട് ലോ ബഡ്ജറ്റ് സിനിമകളൊക്കെ ഇങ്ങനെയുള്ള ഈ ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ചില സിനിമകളൊക്കെ നന്നായിട്ട് ഓടിയിട്ടുള്ളതുമാണ്. പക്ഷെ ഇവരും അതേ ജോണറിനെ പിടിച്ചിട്ട്, പക്ഷെ അത് നല്ല രീതിയിൽ അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അത് വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കൂ. അതായത് ഒരു മഹേഷ് നാരായണന്റെ പൊതുവെയുള്ള സിനിമകൾക്കൊക്കെ ഒരു സ്ലോ പേസ് ആണ് പൊതുവെ. ഇപ്പോൾ നമ്മൾ മാലിക് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിലും ആ ഒരു സ്ലോ പേസ് തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫൊക്കെ നമുക്ക് ത്രൂ ഔട്ടായിട്ട് വരുന്ന ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ കൂടെ, പക്ഷേ അതിൽ ഒരു കളർ ടോൺ അതിൽ ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് വളരെ നന്നായിരുന്നു. അതിൽ മോശം പറയാത്ത രീതിയിൽ അത് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ത്രൂ ഔട്ട് ആ സിനിമയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇത് ഒഴിച്ചു നിർത്തിയാൽ പടം ശരിക്കും ഒരു ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാരൊക്കെ ശരിക്കൊരു മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അത്ര പ്രാധാന്യം അറിയിക്കുന്ന ഒരു റോളൊന്നുമല്ല, ആകെ ഒരു 10 മിനിറ്റ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊരു 2020 ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ 2020 തരുന്ന ഒരു ഗൂസ് ബംസ് ഒന്നും സിനിമയുടെ ഒരു ഭാഗത്തും നിങ്ങൾക്ക് കിട്ടൂല എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ ഭാഗം ഏതാണെന്നൊന്ന് മെൻഷൻ ചെയ്യുന്നത് കൊള്ളാം. അതുപോലെ തന്നെ നമ്മൾ ഒരു സിനിമ കണ്ടിറങ്ങിയാൽ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പം അത് ഈ സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കും. ഓക്കെ, താങ്ക് യു.